നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർ പിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച സംഭവം അക്ഷരാർത്ഥത്തിൽ സകലരെ നടക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരികയാണ്. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളും സൈബർ സെൽ വഴി കിട്ടിയ വിവരങ്ങളും അതിനിർണായകമായി മാറിയിരിക്കുകയാണ്. കാറ് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വളരെ നിർണായകമായി മാറി. സംഭവം നടന്ന് 2-ാം ദിവസം തന്നെ പോലീസ് കണ്ടെത്തിയ നിർണായകമായ കണ്ടെത്തലാണ് ഈ പ്രതിയായ ഡോക്ടർ ദീപ്തി മോൾ ജോസ് കൊല്ലത്തേക്ക് പോയി എന്ന ആ വിവരം. പിന്നീട് കല്ലമ്പലം കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം നടത്തിയത്. ഈ അന്വേഷണത്തിന് ഒടുവിൽ ഇത് സംബന്ധിച്ച സൂചന കിട്ടി. തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് പോലീസ് സംഘം പിടികൂടിയത്. ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങളിലുള്ള വ്യാജ നമ്പർ പതിച്ച കാറ്, ആ കാറ് ആരുടേതെന്ന് കണ്ടെത്തി. ഇതോടെ പ്രതിയിലേക്ക് എത്താൻ വളരെ വേഗത്തിൽ തന്നെ പോലീസിന് സാധിച്ചു എന്ന് തന്നെ പറയാവുന്നതാണ്. വനിതാ ഡോക്ടറുടെ ഫോൺ നമ്പർ കണ്ടെത്തി സൈബർ സെല്ലും പരിശോധന വ്യാപിപ്പിച്ചു. ഷിനി, ഭർത്താവ് സുജിത്ത് എന്നിവരുടെ ഫോൺ കോളുകളാണ് പോലീസ് പ്രധാനമായും പരിശോധിച്ചത്. ഈ പരിശോധനയിലൂടെ വനിതാ ഡോക്ടറുമായി ഇവർക്ക് മുൻ പരിചയമുണ്ടെന്ന് മനസ്സിലാക്കി. ഇതോടെ ഡോക്ടർ തന്നെയാണ് പ്രതിയെന്ന് നിഗമനത്തിൽ പോലീസ് എത്തുകയായിരുന്നു. വ്യാജ നമ്പർ പതിച്ച കാറിലെത്തി ഷിനിയെ ആക്രമിച്ച ശേഷം ചാക്ക വഴി പ്രതി രക്ഷപ്പെടുകയായിരുന്നു. കുളത്തൂർ, കഴക്കൂട്ടം, കണിയാപുരം, പള്ളിപ്പുറം, മംഗലാപുരം, ആറ്റിങ്ങൽ, കല്ലമ്പലം തുടങ്ങി സ്ഥലങ്ങളിലെ നിരീക്ഷണ ക്യാമറകളിൽ നിന്നും 10-ലേറെ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. സംഭവ ദിവസം രാവിലെ കൊല്ലം ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറ് സഞ്ചരിച്ചിരുന്നു. ഈ വഴികളിലെ ക്യാമറകളും പോലീസ് ശേഖരിച്ചു. അതിലെ ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. 2 ടീമുകളായി തിരിഞ്ഞ് 200ഓളം നിരീക്ഷണ ക്യാമറകളായിരുന്നു പോലീസ് വിശദമായി തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. ദീപ്തി ആക്രമണം നടത്തിയത് 6 മാസം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ്. ദീപ്തിക്ക് സുജിത്തിന്റെ വീട് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതായത് ഈ വീടിന്റെ പരിസരത്ത് വന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ വന്ന് പലതവണ ഇവിടെ എത്തുകയും വീടും പരിസരവും ഒക്കെ നിരീക്ഷിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ വീട്ടിലേക്ക് പതിവായി കൊറിയർ വരുന്നുണ്ടെന്ന് ദീപ്തി ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കി. വീട്ടിലുള്ള ദിവസം തന്നെ ഈ ഒരു കൃത്യം നടത്താനായി ഷിനി തിരഞ്ഞെടുക്കുകയായിരുന്നു. ഞായറാഴ്ച ആക്രമണത്തിന് തിരഞ്ഞെടുത്തത് ഞായറാഴ്ച അവധിയായതിനാലാണ്. പ്രധാന റോഡിൽ നിന്നും ഏകദേശം 250 മീറ്റർ ഉള്ളിലേക്ക് കയറിയാണ് ഇവരുടെ വീടുള്ളത്. ഇടവഴിയിലൂടെ കാറിലെത്തിയ പ്രതി വാഹനം അവിടെ നിർത്തി. അതിനുശേഷം വീട്ടിലേക്ക് ചെന്നു. ഒരു കാറിന് മാത്രമേ ഒരു സമയം ഇതുവഴി പോകാൻ സാധിക്കുകയുള്ളൂ എന്നത് മറ്റൊരു നിർണായകമായ കാര്യം. അതായത് വാഹനവുമായി രക്ഷപ്പെടാൻ കൃത്യമായി കണക്കാക്കി, കൃത്യമായി പ്ലാൻ ഇട്ട് കാറ് പാർക്ക് ചെയ്യുകയായിരുന്നു ഷിനി എന്ന് വേണം കരുതാൻ. 5 പെല്ലറ്റാണ് ഇവർ കരുതിയിരുന്നത്. ഇതിൽ 3 എണ്ണമാണ് പ്രയോഗിച്ചത്. ഷിനിയുടെ കയ്യിൽ നിന്ന് രക്തം ചിതറിയത് കണ്ട് ഇവർ പതറി ലക്ഷ്യം ഉപേക്ഷിച്ച് ഓടിക്കളയുകയായിരുന്നു. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ദീപ്തിയെ വൈകിട്ട് 6 മണിയോടെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു പോലീസ്. ചോദ്യം ചെയ്യലുകളിൽ നിന്നാണ് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിച്ചത്. ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി. ഈയിടെ ദീപ്തിയും സുജിത്തും തമ്മിൽ ഈ ഒരു ബന്ധത്തിൽ ഒരു അകൽച്ച വന്നു. സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഭാര്യ ഷിനി തടസ്സമാണ് എന്ന് മനസ്സിലാക്കിയ ദീപ്തി ഇവരെ വകവരുത്താൻ ശ്രമിക്കുകയായിരുന്നു. ദീപ്തി ഇത് സമ്മതിച്ചിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോകൾ, സിനിമകൾ ഇതൊക്കെയായിരുന്നു ആക്രമണം നടത്താൻ കണ്ടതും ഒരു സ്രോതസ്സായി ഉപയോഗിച്ചതും. ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പർ ഉപയോഗിച്ച് വ്യാജ നമ്പർ തരപ്പെടുത്തുകയുണ്ടായി പ്രതി. ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങി. അതിനുശേഷം യൂട്യൂബ് നോക്കി അത് ഉപയോഗിക്കാൻ പരിശീലനം നേടി. തൊട്ടടുത്ത് നിന്ന് വെടിയുതിർത്താൽ കൊലപ്പെടുത്താമെന്ന് കരുതിയാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന എത്തിയത്. സുജിത്തിന്റെ വീട് ദീപ്തിക്ക് അറിയാമായിരുന്നത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് എത്താൻ വലിയ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞായറാഴ്ച രാവിലെ ഒറ്റയ്ക്ക് കാർ ഓടിച്ച് ചാക്ക, പാൽക്കുളങ്ങര റൂട്ട് വഴി ചെമ്പകശ്ശേരി ലൈനിലെത്തി. കൃത്യം നടത്തി അതേ കാറിൽ ചാക്ക ബൈപ്പാസ് വഴി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം കഴിഞ്ഞ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നതായി വരുത്തി തീർക്കാൻ ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലേക്കായിരുന്നു ഇവർ നേരെ പോയത്. വ്യാജ നമ്പർ പതിച്ച കാറിന്റെ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ഇതാണ് കാർ ഉപേക്ഷിക്കാൻ ദീപ്തിയെ പ്രേരിപ്പിച്ചത്. ഇതിനിടെ പ്രതി പിടിയിലാവുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.